നമസ്കാരം. തിരുവനന്തപുരം നെടുമങ്ങാട് ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച PS പ്രശാന്ത് എന്ന ചെറുപ്പക്കാരൻ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ്റെ മിടുക്കുകൊണ്ടും സാമർഥ്യം കൊണ്ടുമാണ്. ഉമ്മൻചാണ്ടിക്ക് അവനെ സ്വന്തം മകനെ പോലെ ഇഷ്ടമായി. അവന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. യൂത്ത് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ തണലിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലെത്തി. ഇടക്കാലത്ത് ഗുരുതരമായ രോഗം ബാധിച്ച് ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ പിതാവിനെ പോലെ ഓപ്പറേഷൻ സമയം മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ കാത്തു നിന്നയാളാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തൻ എന്ന നിലയിൽ വളർന്നു വന്ന പ്രശാന്തിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലം കൊടുക്കാൻ കാരണമായതും ഉമ്മൻചാണ്ടിയുടെ പിടിവാശിയായിരുന്നു. അവിടെ സ്ഥിരമായി ജയിച്ചിരുന്ന പാലോട് രവി 2016 നിസ്സാരമായ വോട്ടുകൾക്ക് തോറ്റുപോയപ്പോൾ ഒരിക്കൽ കൂടി മുതിർന്ന നേതാവായ പാലോട് രവിക്ക് അവസരം കൊടുക്കണം എന്ന മുറവിളി ഉയർന്നിട്ടും ഉമ്മൻചാണ്ടി പ്രത്യേക താല്പര്യമെടുത്തായിരുന്നു പ്രശാന്തിന് നെടുമങ്ങാട് മണ്ഡലം കൊടുത്തത്. പക്ഷെ നെടുമങ്ങാട് പ്രശാന്തിനെ കാത്തിരുന്നത് അതിഭയാനകമായ തോൽവിയായിരുന്നു. ഇതോടെ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും വിട്ട് പുറത്തേക്കിറങ്ങാൻ പ്രശാന്ത് തീരുമാനിക്കുന്നു. പിണറായിയുടെ അടുക്കളയിൽ പിണറായി ചവച്ചു തുപ്പിയിട്ട എന്തോ അവശിഷ്ടം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ പ്രശാന്ത് കൂറുമാറി പിണറായിയുടെ ദാസ്യപ്പണി തെരഞ്ഞെടുത്തു. ഔദ്യോഗികമായി രാജി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിവരമറിഞ്ഞതുകൊണ്ട് ഉമ്മൻചാണ്ടി പ്രശാന്തിനെ വിളിച്ച് ഉപദേശിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഫോൺ പ്രശാന്ത് എടുത്തില്ല. തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടി തൻ്റെ ഗൺമാനെ കൊണ്ട് വിളിപ്പിച്ചു. പ്രശാന്ത് ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ പ്രശാന്ത് ഫോൺ എടുത്തു. തൻ്റെ ഫോൺ പോലും എടുക്കാൻ കഴിയാത്ത വിധം എങ്ങനെയാണ് താൻ മകനെ പോലെ സംരക്ഷിച്ചു വളർത്തിയ പ്രശാന്ത് മാറിയത് എന്ന് ചോദിച്ച് ഉമ്മൻചാണ്ടിയുടെ കണ്ണു നിറഞ്ഞു എന്നാണ് അത് കണ്ടിരുന്നവർ പറഞ്ഞത്. പ്രശാന്ത് വെറുതെ പോയതല്ല. പിണറായി വിജയൻ എന്ന അഴിമതിക്കാരനൊപ്പം ചേർന്നാൽ തൻ്റെയും ജീവിതം സുഖകരമാവും എന്ന് കരുതി പോയതാണ്. ആ ആഗ്രഹം ആദ്യമൊക്കെ സഫലമായി. CPM നേതാക്കൾ കൊള്ള നടത്തി വെളുപ്പിച്ചിരിക്കുന്ന ശബരിമലയിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിലാണ് പിണറായി വിജയൻ പ്രശാന്തിനെ അയച്ചത്. അവിടെ ഇരുന്നുകൊണ്ട് പ്രശാന്ത് സമ്പാദിച്ചതിനൊന്നും കണക്കില്ല എന്ന് പ്രശാന്തിൻ്റെ ചെറുപ്പകാലം അറിയാവുന്നവർ പണ്ടേ ആരോപിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിൽ എത്തിയതുകൊണ്ട് മാത്രം പ്രശാന്ത് സമ്പാദിച്ച ധനത്തെക്കുറിച്ചും തിരുവനന്തപുരം കരകുളത്ത് പണിതുയർത്തിയ ആഡംബര വീടിനെക്കുറിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതിപ്പെട്ടപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറുനാടനായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രശാന്തിൻ്റെ ആഡംബര വീടിനെക്കുറിച്ച് പറഞ്ഞത് ഈ വീഡിയോയുടെ ഒടുവിൽ നിങ്ങൾക്ക് കേൾക്കാം. തെരഞ്ഞെടുപ്പിൽ തോറ്റ് ഒന്നുമില്ലാതായ പ്രശാന്ത് CPMൻ്റെ ഒപ്പം ചേർന്നതിന് ശേഷം പണി തീർത്ത കരകുളത്തെ ആഡംബര വീട്ടിൽ നിന്നാണ് ഇന്ന് വെളുപ്പിനെ ശബരിമല മോഷണ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പൊക്കിക്കൊണ്ടുപോയത്. ഈ അറസ്റ്റിനെക്കുറിച്ചുള്ള സൂചന ഇന്നലെ രാത്രി തന്നെ പ്രശാന്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് താൻ ഒരു പരമഭക്തനാണ് എന്ന് ഇടയ്ക്കിടെ പറയുന്ന അയ്യപ്പ വിരുദ്ധനായ പ്രശാന്ത് ഇന്ന് വെളുപ്പിനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഭക്തജനങ്ങളെ 2025 ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? 2019 ശബരിമല സ്വർണ്ണമോഷണ കേസ് പുറത്തു വരാൻ നിമിത്തമായി മാറുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്ത ഞങ്ങളുടെ ബോർഡിനെയും ഇപ്പോൾ പ്രതിപ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. ഏതു നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഈ നീക്കത്തിന് പിന്നിൽ ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും മാനിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ കേസിനോട് പൂർണ്ണമായും സഹകരിക്കും. എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങളെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. 2025 ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതിൽ ദേവസ്വത്തിന് എന്തെങ്കിലും നഷ്ടമോ കുറവോ നടപടിക്രമങ്ങൾ വീഴ്ചയോ ഉണ്ടായിട്ടില്ല. എന്നാൽ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ കൊണ്ടുപോയത് 2019 ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന വിചിത്രവാദമാണ് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ ബോർഡ് വരുന്നതിന് 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും വാതിലിൻ്റെയും കട്ടിടപ്പാളിൻ്റെയും ദ്വാരപാലക ശില്പങ്ങളുടെയും ന്യൂനതകൾ പരിഹരിക്കാനുള്ള ഫയൽ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ ഫയൽ നീക്കം ഞങ്ങളുടെ ബോർഡ് അറിഞ്ഞിരുന്നില്ല. ബോർഡ് അധികാരത്തിൽ വന്ന ശേഷം സന്നിധാനത്തെ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് ദ്വാരപാലക ശില്പങ്ങൾ കാരണമുണ്ടാകുന്ന അശുദ്ധി മാറ്റുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. സത്യസന്ധമായും ഭക്തിയോടും ഭഗവാന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പശ്ചാത്താപമില്ല. എന്നാലും സത്യം ജയിക്കും. പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ അറിവിലേക്ക് കേസിൻ്റെ നാൾ വഴികളും ഞങ്ങൾ ചെയ്ത നടപടിക്രമങ്ങൾ സുതാര്യതയും സമർപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിലാപകാവ്യം മുമ്പോട്ട് പോകുന്നു. ഒടുവിൽ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു: അയ്യപ്പ ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിൽ കണ്ട് അശുദ്ധി മാറ്റാൻ ശ്രമിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? രക്തം വീണാലും അശുദ്ധി വന്നാലും അതവിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ
ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുന്ന ഈ വലിയ വിപത്ത് പെടില്ലായിരുന്നു. എങ്കിലും ഭഗവാന് മുന്നിലെ അശുദ്ധി മാറ്റാൻ ശ്രമിച്ച കാര്യത്തിൽ ഇപ്പോഴും പശ്ചാത്താപമില്ല. ഞങ്ങളെ കൂടി പ്രതിയാക്കണമെന്ന വാശിയോടെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നവർക്കും അതിന് ആനന്ദം കണ്ടെത്തുന്നവർക്കും യാതൊരു കുറ്റവും ചെയ്യാതെ ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മനസ്സിലാക്കണമെങ്കിൽ അത് സ്വന്തം ജീവിതത്തിൽ വന്നു ചേരണം. അങ്ങനെ ഒരു സ്ഥിതി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. സ്വാമി ശരണം. പക്ഷെ പ്രശാന്തിനറിയാം ഈ പറഞ്ഞതൊക്കെ പതിവ് കമ്മ്യൂണിസ്റ്റ് നുണയാണെന്ന്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്ത പ്രത്യേക സംഘത്തിന് രൂപം കൊടുത്തത് വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ല, സാക്ഷാൽ പിണറായി വിജയൻ്റെ കാലത്ത് ഹൈക്കോടതിയാണ്. ആ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയ സമ്മർദ്ദം എന്ന ആരോപണം ഉന്നയിക്കുന്നത്? മാത്രമല്ല SIT കൃത്യമായി തെളിവുകളോടെ കണ്ടെത്തിയിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. 2019 നടന്ന മോഷണം മറച്ചുവയ്ക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ച് സഹായിച്ചു എന്നാണ് ആരോപണം. 2025 ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചത് 2019 നടന്ന മോഷണം മറച്ചുവയ്ക്കാനായിരുന്നു. 98 സ്വർണം പൊതിഞ്ഞത് 2019 മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച വിവരം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കറിയാം, ചുമതലയേറ്റ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കറിയാം. കാരണം സ്വർണം പൊതിഞ്ഞു എന്നത് തിരുത്തി അത് രേഖകളിൽ സ്വർണം പൂശി എന്നാക്കിയത് ഇതിനു മുൻപുള്ള നേതാക്കളാണ്. അത് മറച്ചു വയ്ക്കാൻ സ്വർണം വീണ്ടും വീണ്ടും പൂശിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു പ്രശാന്ത്. സ്വന്തം മകനെ പോലെ പരിപാലിച്ച ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിലായപ്പോൾ ചതിച്ചു പുറത്തേക്കിറങ്ങിപ്പോയ പ്രശാന്ത് പിണറായി വിജയൻ എന്ന ധൂർത്തനായ ദുഷ്ടനായ ഭരണാധികാരിയുടെ താവളത്തിൽ ചെന്ന് അനിവാര്യമായ തെറ്റുകൾ ചെയ്യുകയായിരുന്നു. അതിലേറ്റവും ഭയാനകമായത് ഈ സ്വർണ്ണക്കൊള്ളയടക്കം അയ്യപ്പനോട് ചെയ്ത ദ്രോഹമെല്ലാം മറച്ചു വയ്ക്കാൻ നടത്തിയ ആഗോള അയ്യപ്പ സംഗമമായിരുന്നു. അതിന് ചുമതലക്കാരൻ ഈ പ്രശാന്ത് തന്നെയായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിൻ്റെ പ്രതീകമായിരുന്നു മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണം എന്ന് വിളിച്ച് ഭഗവാനെ പരിഹസിച്ചത്. അയ്യപ്പൻ്റെ യശസ്സില്ലാതാക്കാൻ നേതൃത്വം കൊടുത്ത, അയ്യപ്പനെ മോഷ്ടിച്ചവർക്ക് സംരക്ഷണമൊരുക്കിയ പ്രശാന്തിന് അനിവാര്യമായതാണ് ഈ ഇരുൾ നിറഞ്ഞ ജീവിതം. അയ്യപ്പൻ്റെ ചെലവിൽ നിർമ്മിച്ച കരകുളത്തെ ആഡംബര വീട്ടിൽ നിന്നും പൊക്കിക്കൊണ്ടുപോയ പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ വെച്ച് ചോദ്യം ചെയ്തതിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നതും റിമാൻഡ് ചെയ്യപ്പെടും എന്ന് കരുതുന്നതും. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ അയ്യപ്പനെതിരെ തിരിഞ്ഞവരൊക്കെ ഒന്നൊന്നായി അഴിയെണ്ണുകയാണ്. വാസുവിനും പത്മകുമാറിനും ശേഷം PS പ്രശാന്ത് കൂടി അഴിയെണ്ണുമ്പോൾ പിണറായി ഭരണകാലത്തെ 4 ദേവസ്വം പ്രസിഡന്റുമാരിൽ 3 പേരും അഴിയെണ്ണുന്നവരായി മാറുന്നു അയ്യപ്പനെ മോഷ്ടിച്ചതിനെ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന അനന്തഗോപൻ മാത്രം ഈ കുരുക്കിൽ നിന്നും തലയൂരി കഷ്ടി രക്ഷപ്പെട്ടു. അയ്യപ്പൻ്റെ യശസ്സില്ലാതാക്കാൻ ശ്രമിച്ചവരെ, അയ്യപ്പൻ്റെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചവരെ ഓരോരുത്തരെയായി അയ്യപ്പൻ നോക്കി വെച്ചിട്ടുണ്ട്. അവസാനം കൂട്ടിക്കൊണ്ടുപോയത് പ്രശാന്തിനെയാണെന്ന് മാത്രം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിൽ എത്തിയ ശേഷം പ്രശാന്ത് എങ്ങനെയാണ് ആഡംബര ജീവിതം നയിച്ചത് എന്ന് കരകുളത്തെ സമീപവാസികൾ മറുനാടനോട് പറഞ്ഞ ചില ബൈറ്റുകൾ കൂടി കേൾക്കുക. അപ്പോൾ അദ്ദേഹം സ്ഥാനം KP സെക്രട്ടറി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണെന്ന് പലതവണ പലർ വഴിയും പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ എപ്പോഴോ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കാര്യവുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞ ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. കാരണം സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, എങ്കിലും കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ടും സാമൂഹ്യ പ്രവർത്തനം കൊണ്ടും ഞാനിത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളി പലപ്പോഴും അവതരിപ്പിക്കാറുണ്ടായിരുന്നു. 2021 അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്തും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണ് എന്നുള്ള ഒരു പ്രചരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒന്ന് പുള്ളി പറഞ്ഞിട്ടുള്ള അറിവും വെച്ചിട്ടും, പിന്നെ പുള്ളി ഇവിടെ എനിക്കറിയാം വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് ഊഹിക്കാമല്ലോ. ഒരു ഭീകരമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം അദ്ദേഹം പോയതിന് ശേഷം അയാൾ നേടിയിട്ടുണ്ട്. അതനുസരിച്ച് പുതിയ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്, തൊട്ടടുത്ത് തന്നെ വസ്തു വാങ്ങിച്ച് വീട് വെച്ചു എന്നും അത്തരത്തിൽ അയാൾക്ക് സാമ്പത്തികമായ ഒരുപാട് നേട്ടം കൈവരിക്കാൻ 2 വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇത് അഴിമതിയാണ്, അദ്ദേഹത്തിൻ്റെ അറിവോടെ നടന്ന ശബരിമല നടന്ന കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് വരെ ഈ പറയുന്ന പോറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു വർഷക്കാലയളവിനകത്ത് പെട്ടെന്ന് സ്ഥലം വാങ്ങിക്കുന്നു, അതും ഏണിക്കരെ തന്നെയാണ്. പെട്ടെന്ന് സ്ഥലം വാങ്ങിക്കുന്നു, ഒരു വർഷക്കാലയളവിനകത്ത് വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നു.
അതുപോലെ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് വീടിൻ്റെ പാല് കാച്ച് കഴിയുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു വിഷയം കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മൊത്തമുള്ള പാർട്ടിക്കാരൊക്കെ ഇതൊരു സംശയം തന്നെയാണ്. കാരണം വെച്ചാൽ ഒന്നുമില്ലാതെയാണ് PS പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഇന്നെന്തെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് PS പ്രശാന്ത് എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യ പുത്രൻ എന്ന് തന്നെ പറയായിരുന്നു. ആ കണക്കിനാണ് പുള്ളി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്തൊന്നും അത് നമ്മളെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഇലക്ഷനൊക്കെ വളരെ ദാരിദ്ര്യമായിരുന്നു. ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പലരും സ്പോൺസർ ചെയ്തും പലരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിരിവെടുത്താണ് ഈ ഇലക്ഷൻ കഴിഞ്ഞത്. നമുക്ക് ആ വർക്ക് ചെയ്തപ്പോൾ നമുക്കത് നല്ലവണ്ണം അറിയാം. അപ്പം അന്നൊന്നുമില്ലാത്ത ഒരു ഇത് ഇപ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആകെ ഒരു സംശയമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ പുള്ളി വീട് പാല് കാച്ച് കഴിഞ്ഞു. ഇപ്പം നാട്ടിലാകെ ഒരു സംസാരമുണ്ട് പുള്ളി വീണ്ടും അടുത്ത് വസ്തു വാങ്ങിയിട്ടുണ്ടെന്ന്.